ഓച്ചിറക്കളിക്ക് ആവേശകരമായ തുടക്കം. പടനിലത്തെ രണഭൂമിയാക്കിയാണ് ഓച്ചിറക്കളിയുടെ ആദ്യ ദിനം കടന്നുപോയത്. കളരിപൂജ, ആയുധപൂജ എന്നിവയ്ക്ക് ശേഷമാണ് യോദ്ധാക്കൾ പരബ്രഹ്മഭൂമിയിലെത്തിയത്. രണസ്മരണകൾ പുതുക്കി ഓച്ചിറ പടനിലത്ത് ഓച്ചിറക്കളിക്ക് തുടക്കമായി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഓച്ചിറക്കളിക്കാണ് ഓച്ചിറ പടനിലത്ത് തുടക്കമായത്. കഴിഞ്ഞ ദിവസം കളരികളിൽ ആചാരങ്ങളോടെ കളരിപൂജയും ആയുധപൂജയും കാഴ്ചക്കളിയും നടത്തി. തുടർന്ന് ശനിയാഴ്ച രാവിലെ പോരാളികൾ പടനിലത്തേക്കെത്തി. KC വേണുഗോപാൽ MP ഓച്ചിറക്കളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാർത്ഥനയോടുകൂടി നമ്മുടെ നാടിൻ്റെ പൊതുവായ വികസനത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് സഹായകമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ചെയ്യും. കേവലം ക്ഷേത്രമെന്നതിനപ്പുറത്തായി വിശ്വാസ സമൂഹത്തിന് കരുത്ത് പകരുകയും മാനവരാശിക്കാകമാനം ഒരുമയുടെ സന്ദേശം പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന നന്മയുടെ ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രമാണ് ഈ മഹാക്ഷേത്രവും അങ്കണവും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് G. സത്യൻ പതാക ഉയർത്തി. CR മഹേഷ് MLA, കേരള ഹൈക്കോടതി സീനിയർ അഡ്വക്കേറ്റ് K. ജാജുബാബു തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കളിയാശാന്മാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഋഷഭവാഹനങ്ങളോടെയും പഞ്ചവാദ്യം, പഞ്ചാരിമേളം തുടങ്ങി വിവിധ വാദ്യമേളങ്ങളുടെയും കൂടി ഘോഷയാത്ര 8 കണ്ടം ചുറ്റി ക്ഷേത്ര ദർശനം നടത്തി. കരകളി കഴിഞ്ഞ് ക്ഷേത്രഭരണസമിതി അംഗങ്ങളും കരനാഥന്മാരും കരപറഞ്ഞ് ഹസ്തദാനം ചെയ്ത ശേഷം കളിയോദ്ധാക്കൾ 8 കണ്ടത്തിലേക്ക് ഇറങ്ങി. എട്ടുകണ്ടത്തിന്റെ മുകളിൽ കൃഷ്ണപ്പരുന്ത് പ്രത്യക്ഷപ്പെട്ടതോടെയാണ് കരനാഥന്മാരും പടത്തലവന്മാരും 8 കണ്ടത്തിന്റെ മധ്യഭാഗത്തിറങ്ങി പരസ്പരം കരപറഞ്ഞ് ഹസ്തദാനം നടത്തിയത്. തുടർന്നാണ് യോദ്ധാക്കൾ 8 കണ്ടത്തിലിറങ്ങി അംഗം കുറിച്ചത്. നേർക്കുനേർ പോരാളികൾ അംഗം കുറിച്ചു. ഞായറാഴ്ച ദിവസവും ഓച്ചിറക്കളി തുടരും. ആയിരങ്ങളാണ് ഓച്ചിറക്കളി കാണാനായി പടനിലത്തേക്ക് എത്തിയത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.